അനിൽ വിളയിൽ. ഇതിന് നമുക്ക് ഒറ്റപ്പെട്ട സംഭവമായോ അല്ലെങ്കിൽ പ്രാദേശികമായി സംഭവിച്ചു പോയ ഒരു പ്രവൃത്തിയായോ ഒന്നും വിലയിരുത്താൻ കഴിയില്ല. കാരണം കാലാകാലങ്ങളായി സംസ്ഥാനത്ത് ഇത്തരത്തിൽ പലപ്പോഴും ഹിന്ദു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ആചാര ലംഘനങ്ങളും അട്ടിമറി ശ്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ശ്രീ കുറുമ്പക്കാവിലായാലും കടക്കൽ ദേവി ക്ഷേത്രത്തിലായാലും തിരുവനന്തപുരം ശ്രീപത്മനാഭന്റെ ആറാട്ടു മണ്ഡപത്തിൽ പോലും കുടുംബശ്രീ യൂണിറ്റിന് പാചകപ്പുരയായി നോൺ വെജ് അടക്കമുള്ള ഭക്ഷണ വിഭവങ്ങൾ, മത്സ്യ മാംസ തുടങ്ങിയവ ഭക്ഷണം പാചകം ചെയ്യുന്നതിനായി വിട്ടുകൊടുക്കുന്ന ഒരു സമീപനമുണ്ടായി. അതുകൊണ്ടിത് പ്രാദേശിക തലത്തിലായി നമുക്ക് ഒരിക്കലും ഒതുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഈ സമീപകാല സംഭവങ്ങളും അതിനു മുൻപ് ഉണ്ടായിട്ടുള്ള പല ശ്രമങ്ങളിൽ നിന്നും വ്യക്തമാക്കേണ്ടത്. താങ്കളുടെ അഭിപ്രായവും അങ്ങനെ തന്നെയാണോ? അതെ, ഇതൊരു പ്രാദേശികമായ സംഭവമൊന്നുമല്ല. ഇത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആസൂത്രിതമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഹൈന്ദവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ അപകീർത്തികരമായ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇവർക്കൊരു അടിത്തറ, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്ത് അടിത്തറയാണുള്ളത്? ശ്രീ സുരേഷ് ബാബു വളരെ പക്വമായ രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചു. ശ്രീ ആർ വി ബാബു സൂചിപ്പിച്ചതുപോലെ അടുത്ത കാലത്ത് കോൺഗ്രസിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്ക് വന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട്. അദ്ദേഹത്തിന്റെ മുൻകാലത്തുള്ള കാര്യങ്ങളുമായിട്ട് ഇതിനെ കൂട്ടിയോജിക്കുമ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായും ഇതിനെ ഒന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അദ്ദേഹം ഏറ്റവും തീവ്ര ഭക്തി ഉണ്ടായിരുന്ന കരുണാകരനോടൊപ്പം നിന്നിരുന്ന ആളാണ്. അദ്ദേഹം ആ ഒരു ചായ്വിൽ നിന്ന് പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അടുത്ത കാലത്തായി ക്ഷേത്ര വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ നേതാക്കന്മാർ ക്ഷേത്ര ഭരണസമിതികളിലേക്ക് കയറി പറ്റുന്നത്. അവരവിടുത്തെ സ്വത്താണ് ഉദ്ദേശിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളെ എപ്രകാരം അവരുടെ പാർട്ടി പരിപാടികൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനുള്ള ഒരു ഗവേഷണമാണ് അവർ നടപ്പാക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ആചാര്യന്മാരിൽ ഒരാളായിരുന്നു ശ്രീ MP പരമേശ്വരൻ. അദ്ദേഹം കഴിഞ്ഞ നൂറ്റാണ്ടിൽ, എന്ന് വെച്ചാൽ 20-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന നമ്മൾ ഈ കാലഘട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഒരാള് ഈ 20-ാം നൂറ്റാണ്ടിലും ഈശ്വര വിശ്വാസിയായി ഇരിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ തലച്ചോറല്ല, അദ്ദേഹത്തിന്റെ വയറാണ് എന്നാണ് MP പരമേശ്വരൻ പറഞ്ഞത്. ആ വയറിന് അദ്ദേഹം ഉദ്ദേശം എന്താണ്? സാമ്പത്തികമായ കാര്യം തന്നെയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്ര വിശ്വാസിയാവാൻ സാധിക്കില്ല. അപ്രകാരം ഒരാൾ ക്ഷേത്ര വിശ്വാസിയാണ് എങ്കിൽ അയാൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കാൻ ഒക്കില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നിഷിദ്ധമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈശ്വര വിശ്വാസിയായ ഒരു വ്യക്തി നിഷിദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് പാർട്ടിയുടെ അംഗത്വം കൊടുക്കാനും സാധിക്കില്ല. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ച നിരവധിയായ ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങളൊക്കെ തന്നെ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിനെ നശിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനെ വളരെ ശക്തമായി ഞാൻ വീണ്ടും ഉറപ്പിക്കുകയാണ്. ഹിന്ദു മതത്തിന്റെ ക്ഷേത്ര ചൈതന്യത്തിനെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. പക്ഷെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ആ ഘടകങ്ങളെ നശിപ്പിക്കാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ ഭൗതികമായിട്ടുള്ള വളർച്ചയെ നശിപ്പിക്കാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ സ്വത്തുവകളെ നശിപ്പിക്കാൻ സാധിക്കും. ക്ഷേത്രത്തിനെ പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ ട്രേഡ് യൂണിയൻ ഭരണം നടപ്പാക്കാൻ ആ ശക്തികൾക്ക് സാധിക്കും. ഇത് ഒരു കാലത്ത് തുടങ്ങിയതല്ല. EMSന്റെ സർക്കാരിന്റെ കാലഘട്ടം തൊട്ട് പിണറായി വിജയന്റെ ഈ ദിവസം വരെ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ആർ വി ബാബു സൂചിപ്പിക്കുകയുണ്ടായി. ഈ കടക്കൽ ക്ഷേത്രത്തിൽ നടന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ശക്തമായ പ്രതിഷേധത്തിനിടയാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ അഡ്വക്കേറ്റ് പ്രശാന്തിന്റെ ഒരു പ്രസ്താവന പത്രത്തിൽ കണ്ടു. കടക്കൽ ക്ഷേത്രത്തിൽ അപ്രകാരം ചെയ്ത ആ ക്ഷേത്രോപദേശക സമിതിയെ അതിന് കാരണക്കാരായ വ്യക്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന പത്രപ്രസ്താവനയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ പത്രപ്രസ്താവനയ്ക്കകത്ത് തന്നെ ബാലൻസിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു ക്ഷേത്രത്തിൽ RSSന്റെ ശാഖ നടന്ന നടപടിക്കെതിരെയും അച്ചടക്ക നടപടി ഉണ്ടാകും. ഇതാണ് അവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ ഇതര ജിഹാദി സംഘടനകളെ സുഖിപ്പിക്കാൻ വേണ്ടി കടക്കൽ ക്ഷേത്രത്തിൽ ഞങ്ങൾ നടപടിയെടുത്തു, ഏതോ ഒരു ക്ഷേത്രത്തിലെ ഒരു ചെറിയ സായം ശാഖ നടത്തിയ നടപടിക്കെതിരെ ഞങ്ങൾ നടപടി സ്വീകരിച്ചു. ഇത് കയ്യടി നേടാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ കുറെ കാലമായി ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെയാണ് ഇവർ ഹൈജാക്ക് ചെയ്യുന്നത്. ആ ചടങ്ങുകളെ ഹൈജാക്ക് ചെയ്യുന്നു. ക്ഷേത്ര ഉത്സവങ്ങൾ, ആനപ്പുറത്ത് ജീവിതകളെ എഴുന്നള്ളിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത്. പക്ഷേ ആ സാഹചര്യത്തില് ആനപ്പുറത്ത് ജീവിതകളിൽ എഴുന്നള്ളിക്കുന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ തീവ്രവാദ ശക്തികളെയാണ്.
ആ ശക്തികളെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന കാഴ്ച കണ്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ കേരളത്തിലെ ഇടത് സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? ഏത് കൊച്ചുകുട്ടിക്കും അതിന് ഉത്തരം പറയാൻ സാധിക്കും. സംഘടിത വോട്ട് ബാങ്ക് അടുത്ത മൂന്നാം ഭരണവും തുടർച്ചയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ഹിന്ദുക്കളായിട്ടുള്ള സാധാരണ സഖാക്കന്മാരുടെ വോട്ട് കൊണ്ട് മാത്രം സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഈ ജിഹാദി ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് കൈയടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സർവ്വക്ഷേത്രങ്ങളും ഇന്ന് അവർ പിടിച്ചെടുക്കുകയാണ്. ആ പിടിച്ചെടുക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കാര്യം ആ ക്ഷേത്രങ്ങളെയൊക്കെ സ്ഥാപനവൽക്കരിക്കുകയാണ്. സ്ഥാപനവൽക്കരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട അജണ്ട. സഹകരണ മേഖലയായിക്കൊള്ളട്ടെ, ഫാക്ടറികളായിക്കൊള്ളട്ടെ, തീം പാർക്കുകളായിക്കൊള്ളട്ടെ, ഇനി ക്ഷേത്രങ്ങൾ കൂടെ തങ്ങളുടെ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടത്തേക്ക് വിശ്വാസമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ അറിയാത്ത വ്യക്തികളെ നിയമിക്കുക, അപ്രകാരം പാർട്ടി സഖാക്കന്മാർക്ക് പരമാവധി ജോലി ഉറപ്പാക്കി കൊടുക്കുക, ഈ ഒരു അജണ്ടയാണ് ഈ ശക്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു തുടർ സംഭവമാണ്. ഇത് വളരെ വ്യാപകമായ രീതിയിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഈ പരിപാടികൾ ഇവിടുത്തെ കുട്ടി സഖാക്കന്മാരെ കൊണ്ട് ഈ ചുടുചോറ് വാരിക്കുന്ന ഒരു പ്രവണത കൂടുക തന്നെ ചെയ്യും. അതിനവർ മറയാക്കുന്നത് എന്താണ്? ഒരു സ്വബോധമില്ലാത്ത തലമുറയെ സൃഷ്ടിക്കുകയാണ്. മയക്കുമരുന്ന് നൽകിക്കൊണ്ട്, രാസലഹരി നൽകിക്കൊണ്ട്, ഒരു സ്വബോധമില്ലാത്ത വ്യക്തികൾക്കാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിക്കാൻ ഉള്ള ധൈര്യം കിട്ടുന്നത്. അതിന് അവർ കോളേജ് കലാലയങ്ങളെ അത്തരത്തിലുള്ള രാസലഹരിയുടെ അടിമകളെ സൃഷ്ടിച്ചുകൊണ്ട് ആ അടിമകളെ വീണ്ടും വളർത്തി DYFI ആക്കിക്കൊണ്ട് അവരെ ക്ഷേത്രങ്ങളിലേക്ക് കടത്തിവിടുക എന്നുള്ള ഒരു നിഗൂഢമായിട്ടുള്ള ഒരു അജണ്ട അവർ നടപ്പാക്കുകയാണ്. അതിന് കേരള സമൂഹം തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കാലം തെളിയിക്കും. അതെ, അതുകൊണ്ടാണല്ലോ താലപ്പൊലിയിൽ പോലും ചെഗുവേര കൊടികളും DYFI കൊടികളും ഇങ്ങനെ പാറി പറത്തിക്കൊണ്ട് വന്നത്.